സുഹൃത്തുക്കളെ, നിങ്ങൾ സാധാരണ ഒരാളാണോ? പവറില്ല, പണം കുറവ്, പിന്തുണയില്ല. പക്ഷേ ഒരു ചോദ്യം: പവർ എന്നത് ജന്മാവകാശമാണോ, അല്ലെങ്കിൽ പഠിച്ചെടുക്കാവുന്ന കഴിവാണോ? എന്നാൽ ചാണക്യൻ പറഞ്ഞ 7 രഹസ്യങ്ങൾ ആർക്കും ജീവിതം മാറ്റാൻ കഴിയുന്നവയാണ്. ഇന്ന് ഈ വീഡിയോ മുഴുവൻ കാണൂ, കാരണം അവസാനത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ തിരിച്ചെഴുതും. രഹസ്യം 1: നിന്റെ ദുർബലത ഒരിക്കലും പുറത്ത് കാണിക്കരുത്. ഇത് തെറ്റായി മനസ്സിലാക്കരുത്. ഇത് വികാരങ്ങൾ ഒളിച്ചു വെക്കുക എന്നല്ല, ഇത് വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് ദുർബലത പുറത്തു കാണിക്കരുതെന്ന് പറയുന്നത്? ലോകം 2 തരത്തിലുള്ള ആളുകളാണ്. 1. നിങ്ങളെ സ്നേഹിക്കുന്നവർ. 2. നിങ്ങളെ ഉപയോഗിക്കാൻ കാത്തിരിക്കുന്നവർ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഭയമോ ആത്മവിശ്വാസക്കുറവോ സാമ്പത്തിക പ്രശ്നമോ മാനസിക സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ അവ എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ചിലർ അത് സഹായത്തിന് ഉപയോഗിക്കും, പക്ഷേ മറ്റു ചിലർ അത് നിങ്ങളെ തകർക്കാൻ ഉപയോഗിക്കും. പവർഫുൾ ആളുകൾ കരയില്ല, പേടിക്കില്ല, തളരില്ല എന്നല്ല, പക്ഷേ അവർ അത് പബ്ലിക്കായി കാണിക്കില്ല. അവർ അതിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം: ഒരു കമ്പനി CEO അവൻ്റെ കമ്പനി നഷ്ടത്തിലാണെന്ന് ജീവനക്കാരോട് ഭയത്തോടെ പറഞ്ഞാൽ എല്ലാവരും ജോലി വിട്ടു പോകും. പക്ഷേ അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ, നമ്മൾ ഇത് തിരിച്ചു കൊണ്ടുവരും. അവിടെ ലീഡർഷിപ്പ് ജയിക്കും. രഹസ്യം 2: ശാന്തനായിരിക്കുക. ശബ്ദം കുറവ്, സ്വാധീനം കൂടുതലാക്കുക. ലോകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവർ, എല്ലായ്പ്പോഴും തങ്ങളുടെ കഴിവ് പറഞ്ഞ് നടക്കുന്നവർ, സോഷ്യൽ മീഡിയയിൽ എല്ലാം പ്രഖ്യാപിക്കുന്നവർ. പക്ഷേ യഥാർത്ഥത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ നിശബ്ദരായിരിക്കും. കടലിൻ്റെ ആഴം കൂടുതലാണ്, പക്ഷേ അതിൻ്റെ ശബ്ദം കുറവാണ്. ശാന്തനായ മനുഷ്യൻ കൂടുതൽ നിരീക്ഷിക്കും, കൂടുതൽ ആലോചിക്കും, തെറ്റുകൾ കുറയും, വികാരങ്ങളിൽ അടിയന്തര തീരുമാനമെടുക്കില്ല. ശബ്ദമുള്ളവൻ ഉടൻ പ്രതികരിക്കും, ശാന്തനായവൻ ആദ്യം ചിന്തിക്കും. ഒരു റൂമിൽ 10 പേർ സംസാരിക്കുമ്പോൾ ഒരാൾ മാത്രം മിണ്ടാതിരിക്കുകയാണെങ്കിൽ എല്ലാവരും അവനെ ശ്രദ്ധിക്കും. അവൻ സംസാരിക്കുന്ന നിമിഷം എല്ലാവരും കേൾക്കും, കാരണം അവൻ ഓരോ വാക്കിനും വിലയുണ്ടാക്കുന്നു. ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: 1. വാദത്തിൽ ഉടൻ മറുപടി പറയരുത്. 2. കോപം വന്നാൽ 10 സെക്കൻഡ് നിശബ്ദനായിരിക്കുക. 3. എല്ലാവരോടും നിങ്ങളുടെ പ്ലാൻ പറയരുത്. 4. കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ പ്രസൻസ് തന്നെ പവർഫുൾ ആകും. രഹസ്യം 3: നിന്റെ ലക്ഷ്യം ആരോടും തുറന്നു പറയരുത്. നിങ്ങൾ ഒരു വലിയ സ്വപ്നം കാണുന്നു. ഒരു ദിവസം വലിയ ആളാകണം, പണം സമ്പാദിക്കണം, സ്വന്തമായി ബിസിനസ് തുടങ്ങണം. പക്ഷേ നിങ്ങൾ ആദ്യം എന്തു ചെയ്യുന്നു? അത് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു. അതാണ് ആദ്യ തെറ്റ്. ചാണക്യൻ പറയുന്നു, പ്ലാൻ പുറത്തു പറഞ്ഞാൽ വിജയം ദൂരെയാകും. കാരണം ലോകത്ത് 3 തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. 1. നിങ്ങളെ പരിഹസിക്കുന്നവർ. 2. നിങ്ങളെ സംശയിക്കുന്നവർ. 3. നിങ്ങളെ തടയാൻ നോക്കുന്നവർ. നിങ്ങളുടെ പ്ലാൻ പറഞ്ഞ നിമിഷം മുതൽ അവർ നിങ്ങളുടെ മനസ്സിൽ സംശയം വിതക്കും. നിങ്ങൾക്കൊന്നും പറ്റില്ല, അത് നിന്റെ ലെവലല്ല, ഇത് റിസ്ക്കാണ് എന്നൊക്കെ. അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം പതുക്കെ തകരും. അതിനാൽ ഇനി മുതൽ ഇങ്ങനെ ചെയ്യുക: നിങ്ങളുടെ ഗോൾ എഴുതി വെക്കുക, ഡെയിലി ആക്ഷൻ എടുക്കുക, റിസൾട്ട് കിട്ടുന്നവരെ സൈലൻ്റ് ആയിരിക്കുക. നിന്റെ ലക്ഷ്യം ലോകം അറിയേണ്ടതില്ല, നിന്റെ വിജയം ലോകം കാണട്ടെ. രഹസ്യം 4: വിദ്യയാണ് ഏറ്റവും വലിയ ആയുധം. പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിക്കും, പക്ഷേ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതം മുഴുവൻ നിലനിൽക്കും. പണം നഷ്ടപ്പെടാം, ബിസിനസ് തകർന്നേക്കാം, പക്ഷേ അറിവുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഉയരും. ഒരു യുദ്ധത്തിൽ ആയുധം എന്താണ് ചെയ്യുന്നത്? സംരക്ഷിക്കും, ആക്രമിക്കും, ജയിപ്പിക്കും. അതുപോലെ തന്നെയാണ് അറിവ്. നിങ്ങളെ ചതിയിൽ നിന്ന് സംരക്ഷിക്കും, ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കും, മത്സരത്തിൽ ജയിപ്പിക്കും. ഇന്നത്തെ കാലത്ത് വെറും ഡിഗ്രി മാത്രം പോരാ, സ്കിൽ ആണ് പ്രധാനം. ഡിജിറ്റൽ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഫിനാൻഷ്യൽ നോളേജ് ഇവയുള്ളവരാണ് ഇന്നത്തെ ലോകത്ത് ശക്തർ. പഠനം നിർത്തുന്ന നിമിഷം നിങ്ങളുടെ വളർച്ച നിൽക്കും. ഇനി മുതൽ ദിവസവും 30 മിനിറ്റ് പുതിയ കാര്യങ്ങൾ പഠിക്കുക. മാസത്തിൽ ഒരു പുസ്തകം വായിക്കുക.
പുതിയൊരു സ്കിൽ പഠിക്കുക. നിങ്ങളുടെ മേഖലയിൽ എക്സ്പേർട്ട് ആകാൻ ശ്രമിക്കുക. പണം നിങ്ങളെ കുറച്ച് ദിവസം ശക്തനാക്കും. വിദ്യ നിങ്ങളെ ജീവിതം മുഴുവൻ ശക്തനാക്കും. രഹസ്യം 5. സ്വയം നിയന്ത്രണം. ചാണക്യൻ പറഞ്ഞത്, സ്വയം നിയന്ത്രണമുള്ളവൻ ജീവിതത്തിൽ ജയിക്കും. നിങ്ങൾ കോപം വന്നാൽ ഉടനെ പൊട്ടിത്തെറിക്കുമോ? ഫോൺ മാറ്റിവെക്കാൻ പറ്റുന്നില്ലേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ആദ്യം മനസ്സ് ജയിക്കണം. അപ്പോഴാണ് ജീവിതം ജയിക്കാൻ പറ്റുക. സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തികൾ സമ്മർദ്ദത്തിൽ പോലും ശാന്തരും, തീരുമാനത്തിൽ വ്യക്തതയുള്ളവരും, അച്ചടക്കമുള്ളവരും, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും. ഇനി മുതൽ സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. കോപം വന്നാൽ 10 സെക്കൻഡ് മിണ്ടാതിരിക്കുക. ദിവസവും 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. ഫോണിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക. രഹസ്യം 6. സാഹചര്യങ്ങളെ ഉപയോഗിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. പണക്കുറവ്, സഹായമില്ലായ്മ, പിന്തുണയില്ലായ്മ, വിമർശനം, പരാജയം തുടങ്ങിയവ. പക്ഷേ ചോദ്യം ഇതാണ്: നിങ്ങൾ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമോ? ചാണക്യൻ്റെ ചിന്ത ഇതാണ്: സാഹചര്യം മാറ്റാൻ കഴിയില്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പഠിക്കൂ. മഴ പെയ്താൽ ചിലർ പരാതി പറയും, പക്ഷേ കർഷകൻ അതിനെ അനുഗ്രഹമായി കാണും. ഒരേ സാഹചര്യം, പക്ഷേ വ്യത്യസ്ത മനോഭാവം. ഇനി മുതൽ പ്രശ്നം വന്നാൽ ഉടനെ ചോദിക്കുക, ഇതിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാം? വിമർശനം വന്നാൽ ഇതിൽ സത്യമുണ്ടോ? നഷ്ടം വന്നാൽ ഇത് വീണ്ടും ഉയരാൻ ട്രെയിനിങ് ആണോ? മൈൻഡ് സെറ്റ് മാറ്റിയാൽ സാഹചര്യം മാറും. പ്രശ്നങ്ങൾ നിന്നെ തകർക്കാനല്ല വരുന്നത്, നിന്നെ തയ്യാറാക്കാനാണ്. രഹസ്യം 7. ശത്രുവിനെ പോലും പഠിക്കുക. ചാണക്യൻ പറയുന്നു, നിന്റെ ശത്രു നിന്റെ മികച്ച ഗുരുവാണ്. നിങ്ങളെ വെറുക്കുന്ന ആളുകൾ നിങ്ങളുടെ ദുർബലത പറഞ്ഞു തരും. നിങ്ങളെ വിമർശിക്കുന്നവർ നിങ്ങളെ മെച്ചപ്പെടുത്തും. അതുകൊണ്ട് ഹേറ്റേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വളരുന്നില്ല. ഇന്ന് മുതൽ തീരുമാനിക്കൂ, ഞാൻ എൻ്റെ ദുർബലത പുറത്തു കാണിക്കില്ല. ഞാൻ ശാന്തനായി പ്രവർത്തിക്കും. ഞാൻ എൻ്റെ ലക്ഷ്യം സംരക്ഷിക്കും. ഞാൻ ദിവസവും അറിവ് നേടും. ഞാൻ സ്വയം നിയന്ത്രിക്കും. ഇതാണ് ചാണക്യൻ്റെ പവർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിജയയാത്ര ഇന്ന് തന്നെ ആരംഭിക്കട്ടെ.